രചന രാജേഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. നീ കോപ്പേ ഇങ്ങോട്ട് ഇറങ്ങടി, എനിക്ക് ഓഫീസ് പോകാൻ ടൈമായി. തല മനഃപൂർവ്വം ലേറ്റാക്കാനായി വാഷ്റൂമിൽ കയറി നിൽക്കുന്ന സാന്ദ്രയോടായി ദക്ഷ പറഞ്ഞു. തനിക്ക് മാത്രമല്ല എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ, മര്യാദക്ക് ഞാൻ വേഗം ഇറങ്ങും, അല്ലെങ്കിലും മോനിന്ന് ലഞ്ച് ടൈമിനാവും ഓഫീസിലെത്തുക. സാന്ദ്ര അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ചിറ്റേട് തറവാട്ടിൽ കഴിഞ്ഞ 6 മാസമായുള്ള പതിവാണിത്. ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഒരാൾ വാഷ്റൂമിനകത്തും മറ്റേയാൾ പുറത്തും. കുറച്ചു സമയത്തിന് ശേഷം ആൾ വാഷ്റൂമിൽ നിന്നിറങ്ങി അവനെ നോക്കി. അവനോളെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് ടവലെടുത്ത് കുളിക്കാനായി പോയി. ഇനി അടുത്ത യുദ്ധം കണ്ണാടിക്ക് മുമ്പിലാണ്. എന്നും ഒരു അടിയുണ്ടാക്കാതെ ഓഫീസിലേക്ക് പോയില്ല രണ്ടുപേരും. ഓഫീസിൽ ചെന്നാലോ അവിടെ ഇത് തന്നെ കഥ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് ഓഫീസിലുള്ളവർക്ക് സ്ഥിരം കാഴ്ചയാണ്. അമ്മേ ഞാൻ ഇറങ്ങുവാണേ, സാന്ദ്ര ഇടിയായി താഴേക്ക് വന്ന് സുധയോട് പറഞ്ഞു. മോളെ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയേ. വേണ്ടമ്മേ, ഇപ്പൊ തന്നെ ലേറ്റായി. അമ്മയുടെ പുന്നാരമോന് ഓഫീസിലെത്തുന്നതിന് മുന്നേ എത്തിയില്ലെങ്കിലേ അതിനാവും ഇന്നത്തെ വഴക്ക്. അവനോട് ഞാൻ പറഞ്ഞോളാം, മോള് കഴിച്ചിട്ട് പോയാ മതി. സുധ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു. അപ്പോഴാണ് ആൾക്കുള്ള പാലുമായി കീർത്തി അങ്ങോട്ടേക്ക് വന്ന്. ദാ മോളെ പാല് കുടിക്കേ. വേണ്ട എടുത്തി, അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, കുടിക്കേ. ഓഫീസിൽ പോയി കെട്ടിനോട് കട്ടക്ക് നിൽക്കേണ്ടല്ലേ. പൊന്നു എഴുന്നേറ്റില്ല എടുത്തി? ഇല്ല, അവൾ ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഇവിടെ വഴക്ക് എന്ന് തീരും എൻ്റെ ദേവി. സുജ നെഞ്ചത്ത് കൈവച്ചു. അത്ര പെട്ടെന്നൊന്നും തീരില്ലമ്മേ, ഇന്നും പതിവ് കലാപരിപാടികൾ ഉണ്ടായിരുന്നു അല്ലേടി? അങ്ങോട്ടേക്ക് വന്ന് ദീപു ചിരിയോടെ പറഞ്ഞു. ഇവരൊന്ന് സ്നേഹിച്ചെന്നിട്ട് മരിക്കാൻ കഴിയും എൻ്റെ ദേവി. എന്നാൽ അമ്മയ്ക്ക് ദീർഘായുസ, അത് ഈ ജന്മം നടക്കാൻ തോന്നില്ല അമ്മേ, സാന്ദ്ര ചിരിയോടെ പറഞ്ഞു. അതെങ്ങനെയാ അമ്മേ, രണ്ടുപേരും വിട്ടുകൊടുക്കില്ല, പിന്നെ ഇങ്ങനെ വഴക്ക് മാറുന്നു? കീർത്തി പറഞ്ഞു. മതി മതി, ഞാൻ ഇറങ്ങുക. മോളെ നിനക്ക് അവൻ്റെ കൂടെ കാറിപ്പോയി കൂടെ? സുധ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അമ്മയുടെ മകൻ എന്നെ എന്ന് ഭാര്യയായിട്ട് അംഗീകരിക്കുന്നു, അന്നല്ലാതെ ഞാൻ അയാൾക്കൊപ്പം കാറി കയറിയില്ല. എൻ്റെ ഒരു കുഞ്ഞു വാശിയായത്, ഇക്കാര്യത്തിൽ ഞാൻ ജയിച്ചോട്ടെ അമ്മേ. ആളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നു. അതവൾ ആരും കാണാതിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ എല്ലാവരും അത് കണ്ടു. മോളെ ഞാൻ കൊണ്ടാക്കാം. വേണ്ട ദീപേട്ട, ഞാൻ പൊക്കോളാം. ആൾ പുറത്തേക്ക് ഇറങ്ങി. പാവം, ഇങ്ങനെ ചിരിച്ചളിച്ച് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട്, അവനെ അംഗീകരിക്കാത്തതിൽ. സുധ പറഞ്ഞു. ഒക്കെ ശരിയാവമ്മേ, കീർത്തി ആശ്വസിപ്പിച്ചു. ഏതൊരുത്തി തേച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉള്ളോട് ദേഷ്യം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ അവന്? ദീപ് പറഞ്ഞു. ആ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഒക്കെ ശരിയാവാൻ. സുധാതും പറഞ്ഞ് അവിടുന്ന് പോയി. കുറച്ച് കഴിഞ്ഞ് ദക്ഷ ഇറങ്ങി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവനും ഓഫീസിലേക്ക് പോയി. ഇത് ചിറ്റേടത്ത് തറവാട്. ഇവിടുത്തെ ഗൃഹനാഥനാണ് ചിറ്റേടത്ത് മഹാദേവൻ, ചിറ്റേടത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ സുധ മഹാദേവ്. മഹാദേവനും സുധയ്ക്കും 3 മക്കൾ. മൂത്തയാൾ ദീപക് മഹാദേവ് എന്ന ദീപു, ദീപകിന്റെ ഭാര്യ കീർത്തി. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. അവരുടെ മകൾ 3 വയസ്സുകാരി ആരാധ്യ ദീപക് എന്ന പൊന്നു. രണ്ടാമത്തെ മകൻ ദക്ഷ മഹാദേവ്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. ദക്ഷിന്റെ ഭാര്യ സാന്ദ്ര ദക്ഷ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ഇളയ മകൾ ദക്ഷ മഹാദേവ്. ദക്ഷയും സാന്ദ്രയും ഒരേ കോളേജിലാണ് പഠിച്ചത്. പഠിക്കുന്ന സമയത്തെ രണ്ടും തമ്മിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു. ദക്ഷിന്റെ ജൂനിയർ ആയിരുന്നു സാന്ദ്ര. ദക്ഷിന് കോളേജിൽ വെച്ച് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അവൻ സീരിയസ് ആയിരുന്നു, പക്ഷെ ആ പെൺകുട്ടി അവന്റെ പണം കണ്ട് പിന്നാലെ കൂടിയതായിരുന്നു. അവനതറിയാൻ വൈകിപ്പോയി. അന്നു മുതൽ അവന് മറ്റു പെൺകുട്ടികളോട് വെറുപ്പാണ്. വിവാഹകാര്യം പറയുമ്പോൾ തന്നെ അവൻ ഒഴിഞ്ഞു മാറും. പക്ഷേ മഹാദേവനും ഭാര്യയും കൂടി അവരുടെ സുഹൃത്തിന്റെ മകളെ അവനു വേണ്ടി കണ്ടുവച്ചിരുന്നു. ആ പെൺകുട്ടിയെ ചെന്ന് കാണാൻ മഹാദേവനും ഭാര്യ അവനെ നിർബന്ധിച്ചു. ഒപ്പം ദീപവും കീർത്തിയും. അവനെ നിരസിക്കാനായില്ല. അവൻ മനസ്സോടെ ആ പെൺകുട്ടിയെ പോയി കണ്ടു. അവിടെ ചെന്നപ്പോഴാണ് അവൻ മനസ്സിലായത്, കോളേജിൽ തന്റെ ഏറ്റവും വലിയ ശത്രുവിനെയാണ് താൻ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതെന്ന്. അവൻ മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ മഹാദേവനും സുധയ്ക്കും ആ പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദീപുവിനും കീർത്തിക്കും ആ കുട്ടിയെ ഇഷ്ടമായി. വീട്ടുകാരുടെ വാക്ക് ധിക്കരിച്ചിട്ടില്ലാത്തവൻ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. പക്ഷേ ആദ്യ രാത്രിയിൽ തന്നെ അവർ തമ്മിലുള്ള അംഗം തുടങ്ങി. കോളേജിലാടി അവർ ബെഡ്റൂമിലും തുടർന്നു. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കട്ടിലിന്റെ രണ്ടറ്റത്തും രണ്ടുപേരും ഒതുങ്ങി. വിവാഹത്തിന്റെ പിറ്റേ ദിവസമാണ് വീട്ടുകാർ അറിയുന്നത്, കോളേജിലെ ബദ്ധശത്രുക്കളാണ് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന്. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരുടെ വഴക്ക് മാറി അവർ സ്നേഹത്തിലാവുമെന്ന് വീട്ടുകാർ കരുതി. പക്ഷേ 6 മാസം പിന്നിട്ടിട്ടും അവരുടെ വഴക്കിന് ഒട്ടും തന്നെ കുറവൊന്നുമില്ല. മഹാദേവൻ സാന്ദ്രയെ കമ്പനിയിലെ ഫാഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി നിയമിച്ചു. ഓഫീസിലും ദക്ഷും സാന്ദ്രയും തമ്മിൽ അടി തുടർന്നു. ഓഫീസിൽ പോകാൻ തുടങ്ങിയ ദിവസം ദക്ഷിണൊപ്പം പോകാൻ സാന്ദ്രയോട് എല്ലാവരും പറഞ്ഞു. പക്ഷേ ദക്ഷ അവളെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. അന്ന് സാന്ദ്ര ഒരു തീരുമാനമെടുത്തു, ഇനി ദക്ഷ തന്നെ തന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്ന ദിവസം വരെ അവനോടൊപ്പം കാറിൽ കയറില്ലെന്ന്. പലരും അവളെ നിർബന്ധിച്ചുവെങ്കിലും അവളുടെ ആ വാശിയിൽ തന്നെ അവൾ ഉറച്ചു നിന്നു. ചിലപ്പോഴൊക്കെ മഹാദേവനൊപ്പവും ദീപക്കിനൊപ്പവും അവൾ ഓഫീസിലേക്ക് പോകും, അല്ലെങ്കിൽ അവൾ അവളുടെ സ്കൂട്ടിയിലാവും പോകുന്നത്.
ഓഫീസിലെത്തിയ ദക്ഷ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ദിയെ വിളിച്ചു. യെസ് സർ. ദിയ, സാന്ദ്രയെ വിളിക്കൂ. ഓക്കെ സർ. മാഡം, ദക്ഷ സാർ വിളിക്കുന്നു. ഓഫ്, ഇന്നെന്താണാവോ? ആൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ക്യാബിനിലേക്ക് നടന്നു. ആളോ അവന്റെ ക്യാബിനുള്ളിൽ കയറി. നീ നിനക്ക് ഡോറ് നോക്കി ചെയ്തിട്ട് വരണമെന്ന സാമാന്യ മര്യാദ പോലും അറിയില്ലേ എന്ന് ഞാൻ പറഞ്ഞു തരണോ? എനിക്ക് സൗകര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ വരും. താൻ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി. താൻ എന്നെ വിളിച്ച്. നീ എന്താ വിളിച്ച്? താനെന്നോ? ആ, താനിങ്ങനെ ഡി എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് താനെന്ന് വിളിക്കാം. ഇഡിയറ്റ്. അവൻ കൈ ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. താൻ എന്തിനപ്പം എന്നെ വിളിച്ച് അത് പറ. ആ ക്യാങ് ഗ്രൂപ്പിന്റെ ഫയൽ എവിടെ? അതെനിക്ക് കിട്ടിയില്ലല്ലോ. ഓ, അത് ഞാനിപ്പോൾ കൊണ്ടുവരാം. ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാനറിയില്ല. അതെ, എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. താൻ തന്റെ ജോലി ചെയ്താൽ മതി. അല്ല പിന്നെ. അതും പറഞ്ഞ് ആളോടും തിരിഞ്ഞടന്നു. അല്ല മേഡം, ഇന്നെന്തായിരുന്നു പുതിയ വഴക്ക്? ക്യാനിൽ ചായ കുടിക്കുന്നതിനിടയിൽ മഹേഷ് സാന്ദ്രയോട് ചോദിച്ചു. അവരുടെ കമ്പനിയിലെ ജീവനക്കാരനാണ് മഹേഷ്. ഓ, അങ്ങനെ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണം മഹേഷ്? എന്നെ കുറ്റപ്പെടുത്താനും വഴക്ക് പറയാൻ ഓരോ കാരണങ്ങളായാലും ഉണ്ടാക്കിയെടുത്തോളൂ. ആൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദക്ഷ അങ്ങോട്ടേക്ക് വന്ന്. ആൾ മഹേഷിനോടൊപ്പം ചിരിച്ചളി സംസാരിക്കുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. താൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആൾ മറ്റാരോടെങ്കിലും ഇത്രയും ക്ലോസ് ആയി സംസാരിക്കുന്നവന് ഇഷ്ടപ്പെടാറില്ല. അപ്പോഴൊക്കെ അവൻ അവളോട് വെറുതെ വഴക്കുണ്ടാക്കും. സാന്ദ്ര, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. ഓഫ്, കാലമാണ് എന്തിനാണ് വിളിക്കുന്നത്? എന്താ? നിനക്ക് ഓഫീസിൽ വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്ന് വാചടിക്കാനാണോ ഈ ഓഫീസിലേക്ക് വരുന്നത്? എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. താൻ തന്റെ ജോലി ചെയ്താൽ മതി. അതും പറഞ്ഞ അവളോടൊന്ന് പോയി. അവൻ മഹേഷിനെ നോക്കി. മഹേഷിന്റെ മുഖത്തൊരു പൂച്ചശ്ശേരി ഉണ്ടായിരുന്നു. അതുകൂടി കണ്ടതോടെ അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ മുഷ്ടിയുട്ടി അവിടെ തന്നെ ക്യാബിനിലേക്ക് പോയി. സാന്ദ്ര ഓഫീസിൽ ജോയിൻ ചെയ്തതിനു ശേഷം ചിറ്റടുത്ത് ഗ്രൂപ്പിന്റെ ഫാഷൻ രംഗത്ത് കുതിച്ചു വരുന്ന മുന്നേറ്റമാണ് ഉണ്ടായത്. അത് മഹാദേവന് ദീപക് അഭിമാനത്തോടു കൂടി എപ്പോഴും പറയും. ദക്ഷിണോതറിയാം, പക്ഷെ അവനെ തുറന്നു പറയാൻ തയ്യാറായില്ല. ഹായ് പൊന്നസേ. വൈകുന്നേരം പൊന്നിയുള്ള ചോക്ലേറ്റുമായിട്ടാണ് സാന്ദ്ര വന്നത്. ഹായ് ചെറിയമ്മേ, താങ്ക് യു. സാന്ദ്രയുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങി പൊന്നു അവളുടെ കവളിൽ ഉമ്മ കൊടുത്തു. സാന്ദ്ര അവളെ കയ്യിലെടുത്തു. ആളുടെ കുഞ്ഞിക്കവളിൽ ഉമ്മ കൊടുത്തു. ആ, മോള് വന്നോ? പോയി ഫ്രഷായി വാ, അമ്മ ചായ എടുക്കാം. ശരിയമ്മേ. ആൾ പോയി ഫ്രഷായി വന്നു. ചായ കുടിക്കുമ്പോഴാണ് ദക്ഷ വന്നത്. ചായ എടുക്കട്ടെ മോനെ? വേണ്ടമേ, ഞാൻ കുളിച്ചു വരാം. ദക്ഷ വന്നപ്പോൾ സാന്ദ്രയോട് കുറുമ്പ് കാണിക്കുകയും ആളോട് കളിക്കുകയും ചെയ്യുന്ന പൊന്നുവിനെയാണ് അവൻ കണ്ടത്. സാന്ദ്ര വരുന്നതിന് മുമ്പ് ആൾക്ക് തന്നോടായിരുന്നു കൂട്ട്. എപ്പോഴും ചെറിയച്ഛനൊപ്പം നടക്കുകയും ചെറിയച്ഛന്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങുകയും ചെറിയ കുറുമ്പ് കാണിക്കുകയും ചെയ്ത് നടന്നിരുന്നവൾ പെട്ടെന്ന് ചെറിയമ്മയെ കിട്ടിയപ്പോൾ ആളുടെ പിന്നാലെയായി. അത് പലപ്പോഴും ദക്ഷിണ അസൂയ നിറക്കും. അവനെ അസൂയപ്പെടുത്താനായി മനഃപൂർവ്വം സാന്ദ്രയും അവന്റെ മുന്നിലൂടെ പൊന്നുമായി കളിക്കുകയും കുറുമ്പ് കാണിക്കുകയും ചെയ്യും. ഒരു ദിവസം എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കീർത്തി പെട്ടെന്ന് വോമിറ്റ് ചെയ്തു. എല്ലാവർക്കും കാര്യം മനസ്സിലായി. പെട്ടെന്ന് എല്ലാവരും ദക്ഷിണയും സാന്ദ്രയുമാണ് നോക്കിയത്. എന്നാൽ അവർ ഞങ്ങളൊന്നും അറിയിട്ടില്ലെന്ന ഭാഗത്തിൽ എങ്ങോട്ടോ നോക്കിയിരിക്കുകയായിരുന്നു. അല്ല സുധേ, ഇതിപ്പോ മൂത്തവാന്റെ പേരക്കുട്ടികളെ മാത്രമേ നമുക്ക് താലോലിക്കാൻ പറ്റുള്ളൂ എന്നാ തോന്നുന്നത്. മഹാദേവന്റെ ചിരിയോടെ ഭാര്യയോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയാ ദേവേട്ടാ തോന്നണേ. ആ, ഈ പോക്കാണെങ്കിൽ അത് മാത്രമേ നടക്കുവച്ചാ, ദക്ഷ പറഞ്ഞു. ദീപകും കീർത്തി നോക്കി ചിരിച്ചു. ദക്ഷും സാന്ദ്രയും ഈ തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നുള്ള രീതിയിൽ എങ്ങോട്ടോ നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചു. ഏടത്തി, നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? ദക്ഷ സാന്ദ്രയോട് ചോദിച്ചു. എന്നും നമ്മൾ ഏടത്തി കൂടെ കൂട്ടുമല്ലോ, പക്ഷെ ഈ അവസ്ഥയിൽ ഏടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. സാറിൻ്റെ ഏടത്തി, കീർത്തി ഏടത്തിൽ വോമിറ്റിങ് ക്ഷീണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏടത്തിയും കൂടി പോവാം. നമുക്ക് പോയി തരാം. ഇഷ്ടമുള്ള എന്തെങ്കിലും നമുക്ക് വാങ്ങിയിട്ട് വരാം. ശരി, വാ, നമുക്ക് ഏടത്തിയോട് പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ പോയിട്ട് വാ മക്കളെ, കീർത്തി പറഞ്ഞു. ഏടത്തിയുടെ ക്ഷീണമൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം, ദക്ഷ പറഞ്ഞു. അതൊന്നും സാരില്ല മക്കളെ, നിങ്ങൾ ചെല്ലേ. അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി മക്കളെ. ആർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മഹാദേവൻ വന്നത്. ആ അച്ഛാ. മക്കളെങ്ങോട്ടാ? ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാ അച്ഛാ, സാന്ദ്ര പറഞ്ഞു. അച്ഛൻ കൊണ്ടാക്കണോ? വേണ്ട അച്ഛാ, ഞങ്ങൾ പൊക്കോളാം. പോയി വരാ അച്ഛാ. ശരി മക്കളെ, പോയിട്ട് വാ. ഹായ് മേഡം. ആർ ഷോപ്പിംഗ് മാളിൽ നിന്നപ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് വന്ന്. അല്ല മഹേഷോ, എന്താ ഇവിടെ? ഞാനൊരു ഷോപ്പിങ്ങിന് വന്നതാ. മേഡം ഷോപ്പിങ്ങിനാണോ വന്ന്? അതെ. ഇതാരാ മേഡം? ഇതെൻ്റെ സിസ്റ്ററിലോ ദക്ഷ. ദക്ഷ, ഈ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് മഹേഷാ. ഹായ്. ഹായ്. മഹേഷ് ദക്ഷയ്ക്ക് നേരെ കൈ കൊടുത്തു. അവളും. എന്നാൽ ശരി മഹേഷ്, ഞങ്ങൾ ചെല്ലട്ടെ. ഓ ശരി മേഡം. നീ നിനക്കൊക്കെ കറക്കിച്ചിരി കൂടിയിട്ടുണ്ട്. ഇവള് വന്നതിന് ശേഷം ഇതൊക്കെ ഇവളുടെ ശീലങ്ങൾ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കും. വീട്ടിലേ വന്ന സാന്ദ്രയും ദക്ഷയും കണ്ട് ദക്ഷ പറഞ്ഞു. ഏടനെ ഏടത്തിയൊന്നും പറയണ്ട, അല്ലെങ്കിൽ ഏടത്തി കുറ്റപ്പെടുത്ത ഓരോ കാരണം തന്നെ നടക്കുമല്ലേ, ദക്ഷ പറഞ്ഞു. ഇവളെല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചേക്കുവാണല്ലോ. ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ എല്ലാവരും ഉണ്ടല്ലോ. അതിനെന്റെ പൊന്നുമോ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ഇവള് ഞങ്ങളെ സ്നേഹിക്കുന്നേ, സുധ പറഞ്ഞു. ഓ, തലയിൽ കയറ്റി വെച്ചോ എല്ലാവരും കൂടി. ഒടുവിൽ എല്ലാവരുടെയും തലയിൽ തന്നെ തരുവോള്. അതേ, അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം. നീ അവിടെ തലയിൽ കൊടുക്കാതിരുന്നാ മതി.
അങ്ങോട്ടേക്ക് വന്ന മാധവൻ പറഞ്ഞു. ഓ, എല്ലാവരെയും ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവർ റൂമിലേക്ക് പോയി. എഴുതി എഴുതിക്ക് ഇഷ്ടപ്പെടാൻ മട്ടൻ ബിരിയാണി കയ്യിൽ നിന്ന് പൊതി കീർത്തി കൊടുത്തുകൊണ്ട് സാന്ദ്ര പറഞ്ഞു. ഓ, ഇതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ മക്കളെ. അതെ, ഞങ്ങൾ സ്വീറ്റ് എഴുതിക്ക് എന്തെങ്കിലും വാങ്ങാതെ എങ്ങനെ ഞങ്ങൾ വരിക? ദക്ഷ കീർത്തിയുടെ കവളിൽ ഉമ്മയിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. ഇപ്പൊ തൽക്കാലം എഴുതി ഞങ്ങളുടെ ജൂനിയർ കൂടി കഴിക്കും കേട്ടോ. ജൂനിയറിന് വിശക്കുന്നുണ്ടാവും. കീർത്തിയുടെ വയറിൽ കൈവച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞു. ശരി എഴുതി, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. എഴുതി പൊന്നിന് കൊടുത്ത് കഴിക്കുക. പിറ്റേന്ന് സാന്ദ്രയ്ക്ക് മുന്നേ ദക്ഷ വാഷ്റൂമിൽ കയറി. ഡോ, താൻ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? എനിക്ക് സൗകര്യമില്ല. ഡോ, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സൗകര്യമില്ലെന്ന്. നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ആഹാ, താൻ അത്രക്കായും. തന്നെ ഞാൻ കാണിച്ചു തരാം. ആൾ നേരെ ചെന്ന് അവനിടാനായി അയൺ ചെയ്തു വെച്ചിരുന്ന അവന്റെ ഡ്രസ്സ് എടുത്ത് അവനെ ചുരുട്ടി മടക്കി അതിൽ നിറയെ ചുളികൾ വരുത്തി. ഇനി താൻ ഇതിരുന്ന് എനിക്കൊന്ന് കാണണം. എന്നോടാണ് കളി. ആളവൻ വെച്ചിരുന്നിടത്ത് തന്നെ ഡ്രസ്സ് വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ബെഡിൽ വന്നിരുന്നു. കുറച്ചേരം അവിടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അവൻ വേഗം കുളിച്ചിറങ്ങി അവൻ കണ്ടത് ബെഡിൽ മിണ്ടാതിരിക്കുന്ന സാന്ദ്രയാണ്. ഇന്നെന്താ പതിവില്ലാതെ മിണ്ടാണ്ടിരിക്കുന്നത്? അവൻ ചിന്തിച്ചുകൊണ്ട് ഡ്രസ്സ് മാറ്റാനായി വന്നു. ആൾ വേഗം കുളിക്കാനായി പോയി. ഇനി എവിടുന്ന ചിലപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. തല തുടച്ച് ഡ്രസ്സ് മാറാനായി വന്ന ദക്ഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ അലറി. എന്റെ ഭഗവതി, അയാൾ തന്നെ വലിച്ചു കീറും. കുറെ നേരത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന നല്ലത്. അവൾ ഷവർ തുറന്നിട്ട് ഒന്നറിയാത്ത പോലെ നിന്നു. കുറെ നേരം അവനവളെ വിളിച്ചു. ആളുടെ പ്രതികരണം ഇല്ലെന്ന് കണ്ടതും അവന് ദേഷ്യം കൂടി. അവൻ വാഷ്റൂമിന്റെ ഡോറിനടുത്ത് വന്ന് ഡോറിൽ ആഞ്ഞു തട്ടാൻ തുടങ്ങി. ഈ കോപ്പെ വാതിൽ വെക്കുന്നുണ്ടോ? ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണേ. അയാൾ പറഞ്ഞ പോലെ ചെയ്യുന്നയാളാ. ഇനി അയാൾ ഡോറ് ചവിട്ടി പിടിക്കുമ്പോ തുറന്നേക്കാം. എന്റെ ദേവി, എന്നെ കാത്തോണി ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും. ആൾ മെല്ലെ ഡോർ വന്നു. നീ കോപ്പെ, എന്താണ് ഇത്? എന്ത്? ആൾ ഒന്നറിയാത്തവൾ ചോദിച്ചു. നിനക്കൊന്നും അറിയില്ല അല്ലേടി? ഇവിടെ ഓടി. ആരാളെ കയ്യിൽ പിടിച്ച് വലിച്ച് ഡ്രസ്സിംഗ് ടേബിളിനടുത്തേക്ക് കൊണ്ടുപോയി. എന്താണ് ഇത്? ഇത് ഡ്രസ്സ് അല്ലാണ്ട് എന്താ? ഇത് ഡ്രസ്സാണെന്ന് നീ പറയാത്തതിന് എനിക്കറിയാം. ഈ ഡ്രസ്സ് എങ്ങനെ ചുളുങ്ങിയെന്ന്. ആ, അതെനിക്കെങ്ങനെ അറിയാം? നിനക്കൊന്നും അറിയില്ല അല്ലേടി? നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ ഇത് ഞാൻ എങ്ങനെ നീറ്റാക്കി വെച്ചിരുന്നോ അങ്ങനെ ആക്കണം. അല്ലെങ്കിൽ ഈ വാൾഡ്രോബിലുള്ള എല്ലാ ഡ്രസ്സും നിന്നെ കൊണ്ട് ഞാൻ അയൺ ചെയ്യിപ്പിക്കും. പറഞ്ഞേക്കാം. അതും പറഞ്ഞ അവൻ ബാൽക്കണിയിലേക്ക് പോയി. ഇയാള് പറഞ്ഞ ഒരു ഡ്രസ്സ് അയൺ ചെയ്തില്ലെങ്കിൽ ഇയാളുടെ മുഴുവൻ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്യേണ്ടി വരൂ. എന്റെ ദേവി, ഇന്ന് മുഴുവൻ ചെയ്താൽ തീരില്ല. അതിലും ഭേദം ഇത്തരം അയൺ ചെയ്യുന്ന. ആളവന്റെ ചുളുങ്ങിയ ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങി. അവൻ കയറി വന്നപ്പോൾ ആൾ ഡ്രസ്സ് അയൺ ചെയ്ത് മടക്കി വെക്കുന്നതാണ് കണ്ടത്. അപ്പൊ നിനക്ക് അനുസരിക്കാനും അറിയാം അല്ലേടി? അവൻ അവൾക്കടുത്തേക്ക് പോയി. ഇനി ഇത് ആവർത്തിച്ചാ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം. പറഞ്ഞേക്കാം. അതും പറഞ്ഞ അവൻ ഡ്രസ് ചെയ്ത് താഴേക്ക് പോയി. രാക്ഷസൻ. അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കുളിക്കാനായി കയറി. ദിവസങ്ങൾ മാറ്റമേതുമില്ലാതെ കടന്നുപോയി. ദക്ഷിന്റെയും സാന്ദ്രയുടെയും അടിയും തുടർന്നു. ഇതിനിടയിൽ ഒരു ദിവസം ദക്ഷ ജോലി കൂടുതൽ കൊടുത്ത് സാന്ദ്രയെ ഓഫീസിലിരുത്തി. കുറച്ചു സമയങ്ങളിൽ വീട്ടിൽ സ്വസ്ഥമായിരിക്കണമെന്ന് മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് അവനവളോട് സ്റ്റാഫിനൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞത്. ആൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അവനോട് വീണ്ടും വഴക്കുണ്ടാക്കാൻ വയ്യായിട്ട് ആൾ ഓഫീസിൽ നിൽക്കാൻ തീരുമാനിച്ചു. 3-4 സ്റ്റാഫ് മാത്രമേ ഓഫീസിൽ ഉണ്ടായിരുന്നുള്ളൂ. ആൾ തന്റെ ക്യാബിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു. മേഡം. ആ മഹേഷ്, താൻ പോയില്ലേ? തന്റെ വർക്ക് കഴിഞ്ഞില്ലേ? താൻ പിന്നെ എവിടെ നിൽക്കുന്നത്? അത് മാഡത്തിന് തനിച്ചായി സാറ് പോയില്ലേ? മാഡത്തിന് ബോറടിക്കില്ലേ? അതിന് ഞാനവിടെ തനിച്ചല്ലോ മഹേഷ്. ഡ്രസ് ചെയ്യാൻ തീർത്തൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ അവരോടൊപ്പം നിന്ന് ജോലി ചെയ്യല്ലേ. പിന്നെ എങ്ങനെ എനിക്ക് ബോറടിക്കുന്നത്? അല്ല, അവരൊക്കെ അവിടെ ഇരുന്ന് ജോലി ചെയ്യുമല്ലേ. ഇവിടെ മാഡം തനിച്ചല്ലേ. അവനൊരു ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു. ആൾക്ക് അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നി. എന്താ മഹേഷ്? ആൾക്കടുത്തേക്ക് വരുന്ന മഹേഷിനെ അവൾ തുറച്ചു നോക്കി. അത് മാഡം, എനിക്കറിയാം കല്യാണം കഴിഞ്ഞ് ഇത്ര ആളായിട്ടും സാറ് മാഡത്തിനെ പരിഗണിച്ചിട്ടില്ലെന്ന്. അതിൽ മാഡത്തിന് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. ഏതൊരു പെണ്ണിനും കാണില്ലേ ഭർത്താവിനൊപ്പം ജീവിക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് മാഡത്തിൻ്റെ സങ്കടം ഞാൻ തീർത്തുതരാം. ആരും അറിയില്ല. എനിക്കൊരു സന്തോഷം കിട്ടുകയും ചെയ്യും. മാഡത്തിൻ്റെ സങ്കടം തീരുകയും ചെയ്യും. ആനവിടെ തോൾ കൈ വെച്ചു. കൈ എടുക്കണോ? ആളവനെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. താനെന്താണ് കരുതിയത്? എനിക്ക് മുട്ടി നിൽക്കുവാണെന്നോ? എനിക്ക് സങ്കടം നിന്നോട് ഞാൻ പറഞ്ഞോ? എന്റെ ഭർത്താവിന് കഴിവെട്ടാനായിട്ടാണോ നീ കാണുന്നത്? നിന്റെ മനസ്സിലിരിപ്പിതാണല്ലേ. ഇതെങ്ങാനും ദക്ഷ അറിഞ്ഞാറുണ്ടല്ലോ എന്നെ തൊട്ട നിന്റെ കൈവിട്ടുവൻ പൊക്കോണിറങ്ങി. നിന്നെ നീ എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. നീ കൂടുതൽ പതിവ്രതയൊന്നും ചമീൻ്റെ. ഈ മഹേഷ് കുറേ നാളായി നിന്നെ നോട്ടിട്ടേക്കുക. ഇന്ന് എനിക്ക് നിന്നുള്ള അവസരം കിട്ടിയത്. എന്തായാലും നീ ഇത് ദക്ഷിനോട് പറയും. അവൻ എന്നെ ഇവിടുന്ന് പുറത്താക്കും.
എന്നാ പിന്നെ നിന്നെ സ്വന്തമാക്കിയിട്ടായിക്കോട്ടെ, ഞാനിവിടുന്ന് പോന്ന്. അവനവളെ പിടിച്ചു വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. അവന്റെ കയ്യിൽ കിടന്ന് കുതിരി. പക്ഷെ അവന്റെ ബലിഷ്ടമായ കയ്യിൽ നിന്നും മാറാൻ അവൾക്കായില്ല. അവൾ കൈയെത്തിച്ച് ടേബിളിൽ നിന്ന് ബെൽ നിർത്താതെ അടിച്ചു. അവൻ വേഗം അവളെ കൈ പിടിച്ചു മാറ്റി. ബെല്ലിന്റെ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് അങ്ങോട്ടേക്ക് ഓടി വന്നു. അവര് വന്നപ്പോൾ മഹേഷിന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന സാന്ദ്രയാണ് കണ്ടത്. അവരെല്ലാം അങ്ങോട്ടേക്ക് വന്നു. അമൽ അവനെ നടുവിൽ നോക്കി ചവിട്ടുകൊടുത്തു. വീഴാൻ പോയ സാന്ദ്രയെ റസിയും തീർത്തയും ചേർന്ന് പിടിച്ചു. മഹേഷ് അലറിക്കൊണ്ട് അമലിന് നേരെ വന്നു. പക്ഷെ അപ്പോഴേക്ക് റസി അവനെ ചവിട്ടി വീഴ്ത്തിയിരുന്നു. അമൽ അവനെ നന്നായി പഞ്ഞിക്കിട്ടു. മേഡത്തിന്റെ മേലെ കൈവെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നാ ചേറ്റേ? ഇതിനിടയിൽ തീർത്ത മഹാദേവനെ വിളിച്ച് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. മോനെ ദീപു, എന്താ വെച്ചാ? വാ, നമുക്ക് ഓഫീസിൽ ഒന്ന് പോണം. ഓഫീസിലോ? എന്താ വെച്ച കാര്യം? വാ പറയാം. ദക്ഷ ഓഫീസിലാണോ? അവൻ നേരത്തെ പോന്നു. പക്ഷെ സാന്ദ്രമോള് ഓഫീസിലാ. ഇത്രയും നേരം അവിടെ എന്തെടുക്കുക? ദക്ഷ അവളെ സ്റ്റാഫിനൊപ്പം അവിടെ ആക്കി വന്നു. എന്തിന്? അവന്റെ സ്വഭാവം നിനക്കറിയില്ലേ? മോളെ എങ്ങനെ ദ്രോഹിക്കാവോ അതൊക്കെ അവൻ ചെയ്യും. സാന്ദ്രയെ കൂട്ടാണെങ്കിൽ ഞാൻ പോയിരുന്നല്ലോ അച്ഛ. അച്ഛൻ വരണ്ടായിരുന്നല്ലോ. അതല്ല മോനെ, വേറൊരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? തീർത്ത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മകനോട് പറഞ്ഞു. വാട്ട്? അവന് ഇത്രയും ധൈര്യം ഉണ്ടായി? അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ആർ ഓഫീസിലെത്തുമ്പോഴേക്കും പോലീസും അങ്ങോട്ടേക്ക് എത്തി. അവരെ കണ്ട സാന്ദ്ര അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛ, ആൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാതെ മോളെ. അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു. നിനക്ക് ഇത്രക്ക് ധൈര്യോ? ദീപു മഹേഷിനെ ആഞ്ഞു ചവിട്ടി. അവൻ ദൂരേക്ക് തെറിച്ചു വീണു. എന്റെ മോളുടെ ദേഹത്ത് കൈവെക്കാൻ മാത്രം ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായടാ ചേറ്റേ? മഹാദേവൻ അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. സാറേ, കൊണ്ടുപോയിക്കോ. ഇവന് തക്കതായ ശിക്ഷ കിട്ടണം. പോലീസുകാർ അവനെ കൊണ്ടുപോയി. നിങ്ങളോട് നന്ദിയുണ്ട് മക്കളെ. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ മോളെ അവൻ. മഹാദേവൻ സ്റ്റാഫിനോട് നന്ദി പറഞ്ഞു. നന്ദി പറച്ചിലൊന്നും ആവശ്യമില്ല സർ. മേഡത്തെ ഉപദ്രവിക്കുന്നുണ്ടപ്പോ നോക്കിക്കാൻ തോന്നിയില്ല, അവൾ പറഞ്ഞു. വാ മോളെ. മഹാദേവനും ദീപവും ആൾ കൂട്ടി വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി കാറിലിരുന്ന് മഹാദേവനും ദീപവും ദക്ഷിണ വഴക്ക് പറഞ്ഞു. അവനിത് എന്തിന്റെ കേടാ? ഇവളെ ഓഫീസിലെത്തി തനിച്ച് വീട്ടിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? മഹാദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവന് കുറച്ച് കൂടുതലുണ്ട് അച്ഛാ. ഇനി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇന്നവിടെ മറ്റാരും ഇല്ലായിരുന്നെങ്കിലോ? ഓക്കെ, ശരിയാക്കാം മോനെ. കാലിരിക്കുകയാണെങ്കിലും സാന്ദ്രയുടെ സംസാരം കേട്ടില്ല. ആൾ മറ്റേതോ ലോകത്തായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ ആൾ ഓടിപ്പോയി സുധയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ, എന്തു പറ്റി മോളെ? എന്തൊരു കോലായത്? എന്തു പറ്റിയടാ? ആറ് ആകുലതയോട് അവളോട് ചോദിച്ചു. എന്താ ദേവേട്ട മോൾക്ക് പറ്റി? അച്ഛാ, വലിയേട്ട എന്താ പറ്റി? മോളകത്തേക്ക് പോയിക്കോ. അവനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, മഹാദേവൻ പറഞ്ഞു. ആളകത്തേക്ക് പോയി. എന്താ ദേവേട്ട? പറയാം. അകത്തേക്ക് പോയ മഹാദേവനും ദീപവും സോഫയിൽ നിന്നു. എന്താ ദീപേട്ട അവൾക്ക് പറ്റി? കീർത്തി ചോദിച്ചു. ദീപുണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എന്റെ ദേവി, എന്റെ മോള്, ഇവനത്തെ എന്തിന്റെ കേടാ? അവനോട് മോളെവിടെയും ചോദിച്ചാൽ പറയില്ലെന്നാ പറഞ്ഞേ. ഞാൻ കരുതി മോള് ഷോപ്പിങ്ങിനോ മറ്റോ പോയെന്ന്. ഈ കുഞ്ഞേണ്ണത് എന്തിന്റെ കേടാ? കുറച്ച് കൂടുന്നുണ്ട് അച്ഛാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇത് കുഞ്ഞേനോട് ചോദിക്കണം. അതേ മോളെ, ഇന്ന് എന്തായാലും ഇതിന് തീരുമാനം ഉണ്ടാക്കണം. റൂമിലേക്ക് കയറിയിരുന്ന സാന്ദ്രയെ കണ്ട് ദക്ഷൊന്ന് മുഖം ചുളിച്ചു. ഇവളെന്താ കിളക്കാൻ പോയിരുന്നോ? നീ എന്താണ് ഈ പറമ്പിൽ പണിയാനാണോ പോയത്? അതുപോലെ ഉണ്ടല്ലോ നിന്റെ കോലം. ആരും നാളെ നോക്കി പുച്ഛിച്ചു. ആളൊന്നും മിണ്ടാ ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാനായി പോയി. ഇവിടെ നാവിറങ്ങിപ്പോയോ? ഓഫീസിൽ കൂടുതൽ എത്തിയുണ്ടാവും, അവൻ മനസ്സിൽ പറഞ്ഞു. ആൾ വാഷ്റൂമിൽ നിന്നിറങ്ങി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി തോർത്തിക്കൊണ്ടിരുന്നപ്പോൾ അവൻ അവൾക്കടുത്തേക്ക് ചെന്നു. നീ വർക്കൊക്കെ എന്തായി? ആളൊന്നും മിണ്ടിയില്ല. എടീ, നിന്നോട് ചോദിച്ച് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോ? നീ ചെക്ക് ചെയ്തോ? അവര് ചെയ്ത് ഓക്കെ ആണോ? എടീ, നിന്നെ നാവിറങ്ങിപ്പോയോ? ഓക്കെ ആണോ അല്ലേന്ന് താൻ പോയി നോക്കിടോ. ഞാൻ തന്നെ സർവന്റ് അല്ല, തന്റെ കാൽക്കീഴിൽ കിടക്കുന്നവളല്ല. എന്നോട് ഓർഡർ ചെയ്യാൻ തന്റെ ആദ്യാധികാരം തന്നെ ഓഫീസിൽ എനിക്കുള്ളു. അതുകൊണ്ട് മേലാൻ എന്നോട് ഓർഡർ ഇടാനോ ഭരിക്കാനോ വരണ്ട. നിനക്ക് ഇത്രയും അഹങ്കാരോ? ഞാൻ കാരണ നീ ആ പോസ്റ്റിലിരിക്കുന്നേ, അത് മറക്കണ്ട. ഞാൻ നിന്നെ കെട്ടിയെടുത്തോണ്ടല്ലേ നീ നിന്റെ മുമ്പിൽ നിന്ന് ഇത്രയും സംസാരിക്കുന്നേ. ഓഫീസിലായാലും വീട്ടിലായാലും എനിക്ക് കീഴാടി നീ. അതുകൊണ്ട് ഞാൻ പറയുന്ന നീ അനുസരിച്ചേ പറ്റൂ. എനിക്ക് സൗകര്യമില്ല. താൻ തന്നെ പണി നോക്കടൂ. എന്തു പറയടി പുല്? അവന്റെ കൈ അവിടെ കവിളിൽ പതിഞ്ഞു. ദക്ഷ്, ഇത് കണ്ടുകൊണ്ടുവന്ന ദീപനെ വിളിച്ചു. നീ എന്താണ് ഈ കാണിച്ച്? എന്തിനാണ് അവൾ തല്ലിയേ? ഇവൾക്ക് അഹങ്കാര. എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അഹങ്കാരം. നിങ്ങളെല്ലാരും കൂടിയാ ഇവളെങ്ങനെ വഷളാക്കുന്നേ. അതേടാ, ഞങ്ങളെ വഷളാക്കുന്നത്. നിനക്കതിൽ കുഴപ്പമുണ്ടോ? കീർത്തി, സാന്ദ്ര കൂടി താഴേക്ക് പോ, ദീപു പറഞ്ഞു. വാ മോളെ. കീർത്തി സാന്ദ്രയും കൂടി താഴേക്ക് പോയി. നീ എന്തിട്ട് അവൾ തല്ലിയത്? അവിടെ അഹങ്കാരം കണ്ടില്ലേ, ഇഡിയറ്റ്.
ദക്ഷ് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ആ കൊച്ചിയുടെ വന്നു മുതൽ നീ അവളെ സങ്കടിപ്പിക്കാൻ തുടങ്ങിയതല്ലേ? നിർത്താനായിരുന്നു എനിക്കിതുവരെ. ഒരുത്തി തേച്ചിട്ട് പോയെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ? അവളൊരു പാവ, ഇനി അതിനെ സങ്കടപ്പെടുത്തല്ലേ. ഞാൻ മാത്രമാണോ കുറ്റക്കാരൻ? അവളെന്നോട് അങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നേ. വഴക്കുണ്ടാക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? ഇന്ന് തന്നെ കണ്ടില്ലേ, ഓഫീസിലെ കാര്യം ചോദിച്ചേനാ അവൾ ഷൗട്ട് ചെയ്ത്. കുറച്ചു നേരമെങ്കിലും മനസ്സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയാ ഞാൻ അവളെ ഓഫീസിലെത്തിയ. ശല്യം നിർത്താ, അവള് നിനക്ക് ശല്യാണല്ലേ? മാധവൻ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് കയറി വന്നു. ഒപ്പം സുധയും. അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം നിനക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? ഇവിടെ എല്ലാവരും അവൾക്ക് വേണ്ടി വാദിക്കാനുണ്ടെന്നുള്ള അവളുടെ ധൈര്യം. എന്ത് തോന്നിയാസോ ആവാലോ. ദക്ഷ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ എന്ത് തോന്നിയാസം കാണിച്ചെന്നാണ് നീ പറയുന്നേ? പാവ എന്റെ മോള് നെഞ്ചു നേരി വന്നപ്പോ അവൻ എന്റെ കൊച്ചിനെ തല്ലിയേക്കുന്നു, ദുഷ്ടൻ. ഓ, ആളെ കുറച്ചു നേരം ഓഫീസിൽ ഇരുത്തിയതിനാണോ അവള് നീർന്ന്? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. നിർത്തടാ, ഓഫീസിൽ എത്ര നേരം വേണേലും പണിയെടുക്കാൻ മടിയില്ലാത്തവളാ സാന്ദ്ര മോള്. അവൾ വന്നതിന് ശേഷം കമ്പനിയിൽ എത്ര ഉയർച്ച ഉണ്ടായെന്ന് നിനക്കറിയാലോ. ഒക്കെ അവിടെ കഠിനാധ്വാനം കൊണ്ടാ. പക്ഷെ അതിന്റെ പേരില് അവളൊരു ജോലിക്കാരിയെ പോലെ അവിടെ ഇരുന്ന് പണിയെടുപ്പിക്കാൻ നിനക്കാരുടെ അധികാരം തന്നേ? അച്ഛൻ ഞാൻ വേണ്ടരുത്. നീ ഇന്ന് ഓഫീസിൽ എന്താ സംഭവിച്ചെന്നറിയോ നിനക്ക്? അവനുണ്ടല്ലോ ആ മഹേഷ്, അവൻ ഇന്ന് മോളുടെ ക്യാബിൽ കയറി അവളെ കടന്നു പിടിച്ചു. ഓഫീസിലെ സ്റ്റാഫ്സ് ഉണ്ടാവുന്നതുകൊണ്ട് മാത്രം അവരുടെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. അമൽ, അവൻ ഞങ്ങളെത്തുമ്പോ ആ ദുഷ്ടനെ നന്നായിട്ട് പെരുമാറിയായിരുന്നു. അച്ഛാ എന്താ എന്താ പറഞ്ഞു? ദക്ഷിൺ ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. എന്താന്ന് ഞാൻ പറയണ? അവളുടെ ഭർത്താവിന് കഴിവില്ലാത്തോണ്ട് ഒരു ചെറ്റ അവളെ തൊട്ടൂന്ന് ദീപു ദേഷ്യത്തോടെ പറഞ്ഞു. എന്നിട്ട് നിങ്ങളവരൊന്നും ചെയ്തില്ലേ? പിന്നെ ഞങ്ങളെ കുട്ടിയെ തൊട്ട് അവനെ ഞങ്ങൾ വെറുതെ വിടുവോ? അവനിപ്പോ പോലീസ് കസ്റ്റഡിയിലാ. മാധവൻ പറഞ്ഞു. അവനെ പോലീസിന് വിട്ടുകൊടുത്തെന്തിനാ? എന്നെ വിളിക്കാന്താ നിങ്ങള്? അവളെ തൊട്ടവന്റെ കായ് ഞാൻ വെട്ടിയാനേ. ദക്ഷ ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കെന്തിനാണ് ഇത്ര രോഷം? അവള് നിന്റെ ആരുമല്ലല്ലോ. സുധ അവനെ നോക്കി. അതെ, അവൾക്ക് എന്തു പറ്റിയാലും അതൊന്നും ഇവനെ ബാധിക്കുന്ന കാര്യമല്ലോ സുധേ. ഞാനൊരു കാര്യം ചെയ്യാ, ദക്ഷയോട് പറഞ്ഞ് സാന്ദ്രമോളുടെ ആവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പറയും. മോളെ നമുക്ക് അവളെ വീട്ടിൽ കൊണ്ടാക്കാം. കുറച്ചു ദിവസം അവൾ അവിടെ നിൽക്കട്ടെ, അവളുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആകുന്നവരെ. ഇന്ന് പ്രതീക്ഷിക്കാതെ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അത് മോൾക്കൊരു ഷോക്കായി. ശരി ദേവേട്ട, ഞാൻ അവളോട് പറയാം. അച്ഛാ അവളിവിടെ നിന്നോട്ടെ, ദക്ഷ പറഞ്ഞു. എന്തിന്? അവളെ ഇനിയും വേദനിപ്പിക്കാനോ? അത് വേണ്ട, ഇനി അവളെ സങ്കടപ്പെടുത്താൻ വയ്യ. ഇല്ല സാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേണ്ട ദക്ഷ്, തൽക്കാലം അവളൊരു പരീക്ഷണ വസ്തുവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മാധവൻ അവിടുന്ന് പോയി. ഒപ്പം മറ്റുള്ളവരും. ദക്ഷിന്റെ ഉള്ളം കുറ്റബോധത്താൽ നിറഞ്ഞു. ആദ്യമായി അവന്റെ മിഴികൾ അവളെ ഓർത്ത് നിറഞ്ഞു. എല്ലാവരും പറഞ്ഞു ശരിയാണ്. ആരോടൊക്കെയുള്ള ദേഷ്യം താൻ അവളോട് തീർക്കുകയായിരുന്നില്ലേ? അവൾക്ക് ഭാര്യ എന്ന പരിഗണന താൻ ഒരിക്കലും കൊടുത്തിട്ടില്ല. വെറുതെ അവളോട് വഴക്കിട്ടു. അവൻ, ആ മഹേഷ്, അവളോട് അവൻ സംസാരിക്കുന്നത് കാണുമ്പോഴേ തനിക്ക് എന്തെന്നില്ലാതെ ദേഷ്യം വന്നതാ. അവൻ വേറൊരു കണ്ണിലൂടെയാണ് അവളെ കാണുന്നത് താൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയേനെ. അവനെനിക്ക് വേണം. എന്റെ പെണ്ണിനോട് അവൻ കാണിച്ചതിന് അവനെ അവൻ വെറുതെ വിടില്ല. അവന്റെ മനസ്സിൽ മഹേഷിനോടുള്ള പക ആളിക്കത്തി. അപ്പോഴാണ് ദക്ഷ അങ്ങോട്ടേക്ക് വന്ന് അവൾ സാന്ദ്രയുടെ സാധനങ്ങളൊക്കെ ബാഗിലാക്കി. മോളെ, അവളിവിടെ നിന്നോട്ടെ, ഇനി ഞാനൊന്നും പറയില്ല. വേണ്ടേട്ടാ, എൻ്റെ ഏട്ട ഇത്രയും ഹൃദയമില്ലാത്തരാന്ന് ഞാൻ കരുതിയില്ല. ഇനിയും ചേച്ചിയുടെ കിടന്ന് ശ്വാസം മുട്ടേണ്ട. അതും പറഞ്ഞ് ആൾ ബാഗുമായി പോയി. അവൻ താഴേക്ക് വന്നപ്പോഴേക്കും എല്ലാവരും ചേർന്ന് സാന്ദ്രയെ വീട്ടിലാക്കാനായി പോയിരുന്നു. അവൻ അവളെ ഓർത്ത് സങ്കടം തോന്നി. ആളോടൊരു സോറി പോലും പറയാൻ പറ്റിയില്ലല്ലോ. ഞങ്ങളിവിടെ എന്നേക്കുമായിട്ട് ഇവിടെ ആക്കി പോകുന്നതല്ല. മോളിവിടെ ഇല്ല ഞങ്ങൾക്കും പറ്റില്ല. വീടുറങ്ങും. പക്ഷേ അവന് മോളോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പുറത്തുകൊണ്ടുവരെ ഇതല്ലാതെ വേറെ വഴിയില്ല. മാധവൻ പറഞ്ഞു. അത് സാരമില്ല, മോൾ എത്ര നാൾ വേണേലും ഇവിടെ നിന്നോട്ടെ. സാന്ദ്രയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ അധികം നാളൊന്നും അവളെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാവില്ല. സുധ പറഞ്ഞു. മോളെ, നീ 2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ വന്ന് തുടങ്ങണം. ശരി അച്ഛൻ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? അങ്ങനെ ആവട്ടെ. മോളെ, ഞങ്ങൾ ഇറങ്ങാട്ടോ. ശരി അച്ഛാ. മോള് സങ്കടപ്പെട്ടിരിക്കരുത് കേട്ടോ. സമയത്തിന് ഭക്ഷണം കഴിക്കണം, കേട്ടല്ലോ? ശരിയമ്മേ. ആളാരെ കെട്ടിപ്പിടിച്ചു. മോളെ, പോയി വരാം. ശരിയേട്ടാ. കീർത്തി അവൾക്കെടുത്തെത്തി അവളെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കരഞ്ഞു. എഴുതി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ശരിയമ്മേ. നീ വീട്ടിൽ വരുന്നേ. വരാം മോളെ. സാന്ദ്ര മോളെ ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. ആറ് പോകുന്ന അവൾ മിഴിനീരോടെ നോക്കി നിന്നു. ഇപ്പൊ അവൾക്ക് അവരെയൊന്നും പിരിഞ്ഞിരിക്കാനാവില്ല. അത്രയ്ക്ക് അവർ അവൾക്ക് പ്രിയപ്പെട്ടവരായി. ദക്ഷിണെന്തോ അവളുടെ ആബ്സെൻസ് വല്ലാതെ ഹേർട്ടാവാൻ തുടങ്ങി. ആ മുറിയിൽ അവളുടെ കളിയും ചിരിയും കുസൃതികളും നിറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്ന് അവൾക്ക് ഇല്ലാണ്ടായപ്പോൾ അവനെന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ അവന്റെ ഉള്ളിൽ തീ കോരിയിട്ടു. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല,
പക്ഷെ താൻ അവളെ തന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തി. കല്യാണിയോടുള്ള ദേഷ്യം അവളോട് തീർത്തു. കോളേജിലെ തന്റെ ശത്രു അതും അവൾ അവോയ്ഡ് ചെയ്യാനുള്ള കാരണമായിരുന്നു. പക്ഷേ തന്റെ മനസ്സിന്റെ കോണിൽ എവിടെയോ അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ. അവൾ ഓഫീസിലെ മെയിൽ സ്റ്റാഫിനോട് ചിരിച്ചു സംസാരിക്കുമ്പോൾ അതിലെ തനിക്ക് കുശുമ്പ് തോന്നിയത്. ആ കുശുമ്പല്ലേ ദേഷ്യമായി പുറത്തേക്ക് വന്നത്. എനിക്ക് വേണം സാന്ദ്ര നിന്നെ. എന്റെ വീട്ടുകാരനെ ഏൽപ്പിച്ച നിധിയാണ് നീ. ആ നിധി ഞാൻ വിട്ടുകളയില്ല. ആ ഒരാൾ കിടക്കുന്ന പില്ലോ നെഞ്ചിലേക്ക് ചേർത്തുറങ്ങി. 2 ദിവസം കഴിഞ്ഞ് സാന്ദ്ര ഓഫീസിൽ വന്നു. എങ്കിലും അവൾ ദക്ഷിണ അടുത്ത് ചെല്ലാനോ അവനോട് സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. ആരും തന്നെ ക്യാബിലേക്ക് വിളിച്ചിട്ടും അവൾ പോയില്ല. ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. അവൻ നേരെ അവളുടെ ക്യാബിലേക്ക് പോയി. അവനകത്തേറി ഡോർ ലോക്ക് ചെയ്തു. അവനെ കണ്ട് അവൾ എഴുന്നേറ്റു. എന്താ, എന്ത് വേണം? ആൾ ഗൗരവത്തോട് ചോദിച്ചു. എനിക്ക് വേണ്ട, ഞാൻ എടുത്തോളാം. എനിക്ക് ജോലിയുണ്ട്, ഇപ്പൊ സംസാരിക്കാൻ ടൈമില്ല, സാന്ദ്ര പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരുപാട് ടൈമുണ്ട്. എനിക്ക് സംസാരിച്ചേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയും, നീ കേൾക്കും. അവൻ അവൾക്കടുത്തേക്ക് ചെന്നു. ആൾ ബെല്ലിൽ അമർത്താനാഞ്ഞതും അവനവിടെ കൈ പിടിച്ച് ലോക്ക് ചെയ്തു. വിട്ടു തന്നെ. ഇല്ല, വിടില്ല. എത്ര നാളായി നിന്നെ ഒന്ന് തനിച്ചാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? ആൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട. ഇല്ല മോളെ, എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് ഞാൻ പോകും. അവനവളുടെ അടുത്തേക്ക് നീങ്ങി ആളുടെ ഇരുകൈകളും പിന്നിലേക്ക് ആക്കി. എന്നോട് ദേഷ്യമാണോ പെണ്ണ ഇപ്പോഴും? സോറി, ഒന്നും ഞാൻ അറിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞേ. സോറി. ഒരു വിവാഹത്തെ പറ്റിയോ കുടുംബജീവിതത്തെ പറ്റിയോ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിന്നെ അവൾ തേച്ചിട്ട് പോയപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അവളെ പോലെ ആയിരിക്കും കരുതി. പിന്നെ നമ്മൾ കോളേജിലെ ശത്രുക്കളായിരുന്നില്ലേ, അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറി. നീ വീട്ടിലില്ലാണ്ടായപ്പോൾ നിന്നെ എനിക്ക് എത്രമാത്രം മിസ് ചെയ്തെന്നറിയോ പെണ്ണേ? പ്ലീസ്, ഇനി എന്നോട് പിണങ്ങി നടക്കില്ല പെണ്ണേ, പ്ലീസ്. അവനവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. പക്ഷേ ആളവനെ തള്ളി മാറ്റി പുറത്തേക്ക് പോകാനായി തിരിഞ്ഞു. എന്നാൽ അപ്പോഴേക്ക് അവനവളെ പിടിച്ചു വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. വിട്ട്. ആളവനിൽ നിന്ന് കുതിരി മാറാൻ നോക്കി. പക്ഷെ അവന്റെ കൈകൾ അവളെ മുറുക്കെ പിടിച്ചിരുന്നു. ഇല്ല, വിടില്ല. എന്നുള്ള പിണക്ക് മാറിയെന്ന് പറയാതെ ഞാൻ വിടില്ല. അത് അത്ര പെട്ടെന്നൊന്നും മാറില്ല. ഓഹോ, അങ്ങനെയാണോ? ആ, അങ്ങനെയാ. ഓക്കെ, എന്നാ പിന്നെ ആ പിണക്കം മാറുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. പക്ഷേ ഇന്നു മുതൽ നീ എൻ്റെ വീട്ടിലുണ്ടാവണം. ഇല്ല, അച്ഛനും അമ്മയും വന്ന് വിളിക്കാൻ ഞാൻ വരില്ല. ഉറപ്പാണോ? അതെ. ശരി, എന്നാ അച്ഛനും അമ്മയും വന്ന് വിളിക്കും. വീട്ടിലേക്ക് പോരാൻ റെഡി ആയിക്കോ നീ. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. തന്റെ ക്യാബിൽ വന്ന ഉടനെ അവൻ മഹാദേവനെ വിളിച്ചു. എന്താ ദക്ഷ്? അച്ഛാ, ഇന്ന് രാത്രി സാന്ദ്ര നമ്മുടെ വീട്ടിലുണ്ടാവണം. അച്ഛനും അമ്മയും പോയി വിളിച്ചാൽ അവൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും പോയി വിളിക്കണം. ഇന്ന് ഞാൻ വീട്ടിലെത്തുമ്പോൾ അവൾ വീട്ടിലുണ്ടാവണം. അദ്ദേഹം ഒന്ന് മൂളി. അദ്ദേഹത്തിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം സുധയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം മഞ്ഞുരിക്കാൻ തുടങ്ങിയല്ലേ അച്ഛാ? അത് കേട്ടുകൊണ്ടെന്ന് ദക്ഷ പറഞ്ഞു. അതേ മോളെ. എന്റെ ഭഗവതി, ഇപ്പോഴെങ്കിലും അവന് നല്ല ബുദ്ധി തോന്നിയല്ലോ, സുധ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു. വൈകുന്നേരം അവൻ വരുമ്പോൾ സാന്ദ്രമോൾ ഇവിടെ ഉണ്ടാവണമെന്ന് അവൻ പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. ശരി ദേവേട്ട. അങ്ങനെ വൈകുന്നേരം മഹാദേവനും സുധയും കൂടി സാന്ദ്രയുടെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാന്ദ്രയുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അവരുടെ സമ്മതത്തോടെ മഹാദേവനും ഭാര്യയും സാന്ദ്രയെ കൂട്ടി വീട്ടിലേക്ക് വന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ദക്ഷ അന്ന് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്ന് കയറിയ ഉടനെ അവൻ എല്ലായിടത്തും നോക്കി. പുതിയതായിട്ടൊന്നും അവന് തോന്നിയില്ല. അച്ഛാ, അമ്മേ. എന്താടാ? സുധ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ പോയില്ല അവളെ കൂട്ടാൻ? ഞങ്ങൾ പോയി, പക്ഷെ അവൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താ അവള് വരാത്തെ? അച്ഛനും അമ്മയും പോയി കൂട്ടി അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നോട്. എനിക്കറിയില്ല, ഞങ്ങൾ പോയപ്പോൾ അവൾ ഞങ്ങളോടൊപ്പം വരുന്നില്ലെന്ന് പറഞ്ഞു. ഇനി ഇവിടേക്ക് വരാൻ അവൾക്ക് ഇഷ്ടമല്ലത്രേ. ആളങ്ങനെ പറഞ്ഞോ? ആ, പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ അവളെ വിളിക്കാം. എനിക്കറിയണല്ലോ ആള് വരുമല്ലേ എന്ന്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമേ. ചായ എടുത്ത് വെക്ക്. ആൻ മുകളിലേക്ക് പോയി. ആൻ പോകുന്ന ഈ ചിരിയോടെ സുധ നിന്നു. ഇഡിയറ്റ്, ആള് വരില്ലത്രേ. വന്ന ഞാൻ അവളെ പിടിച്ച് തിന്നു. ഇവിടെ നിൽക്കാൻ അവൾക്ക് ഇഷ്ടമില്ലാന്ന് കാണിച്ചു കൊടുക്കാം അവൾക്ക് ഈ ദക്ഷ ആരാണെന്ന്. ഓരോന്ന് പിറിമിറുത്തുകൊണ്ട് അവൻ റൂമിലേക്ക് കയറി. എല്ലാത്തിനും ഞാൻ സോറി പറഞ്ഞില്ലേ, എന്നിട്ടും അവൾക്ക് വാശിയാ. എന്നെ വേണ്ടല്ലോ നിനക്ക്, നീ പൊക്കോടി. നിനക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പൊക്കോ, ഞാൻ നിന്റെ ആരും അല്ലല്ലോ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടത്തോടെ ആ ബാഗ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ബെഡിലേക്ക് മറിഞ്ഞു. നെറ്റിക്ക് മുകളിലായി കൈവച്ച് കണ്ണുകളടച്ച് അവൻ കിടന്നു. പെട്ടെന്നാണ് അവളുടെ പെർഫ്യൂമിന്റെ മണം അവന്റെ മൂക്കിലേക്ക് അരിച്ചു കയറിയത്. അവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തന്റെ മുന്നിൽ തുണികൾ മടക്കി വെക്കുകയായിരുന്ന സാന്ദ്ര. അവൻ വേഗം ചാടി എഴുന്നേറ്റു. സന്തോഷത്തോടെ അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞു. സാന്ദ്ര, താൻ വന്നോ? ഇത് ശരിക്കും സത്യമാണോ അതോ സ്വപ്നമാണോ?
ആളവനെ നോക്കി ശേഷം തന്നെ ജോലിയിൽ വന്നു. അവന് മനസ്സിലായി താൻ സ്വപ്നം കാണുകയില്ല, ശരിക്കും അവൾ തന്റെ കൺമുമ്പിലുണ്ട്. അവനവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ആളവന്റെ നെഞ്ചിലേക്ക് വീണു. അവനാളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. ആൾ ഇരുകൈകൾ അവന്റെ നെഞ്ചിൽ വെച്ചു. അമ്മയ്ക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തേക്കാണെങ്കിൽ എന്നെ സങ്കടപ്പെടുത്തിയിരുന്നത്. ഓ, നിങ്ങൾ സങ്കടമൊക്കെ വരുമോ? ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷെ നീ എന്റെ മനസ്സിൽ കയറി കൂടിയത് മുതൽ നിന്നെ കാണാതെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല പെണ്ണെ. നിനക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലെന്ന് അമ്മ പറഞ്ഞപ്പോ ശരിക്കും എനിക്കെന്ത് സങ്കടമായി എന്നറിയോ? എന്നെ കുറെ സങ്കടപ്പെടുത്തിയില്ലേ? സാരില്ല. അവൻ പറഞ്ഞാൽ തിരിഞ്ഞു പോകാൻ നിന്ന അവളെ അവൻ പിടിച്ചു വലിച്ച് തന്റെ കരവലയത്തിനുള്ളിലാക്കി. എവിടെ പോവണ്ണേ? വിട്ടെ, എനിക്ക് പണിയുണ്ട്. പണിയൊക്കെ പിന്നെ, ആദ്യം നിന്നെ ഒന്ന് കണ്ടോട്ടെ പെണ്ണേ. അവനവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി. ആളവന് നോട്ടം താങ്ങാനാവാതെ മുഖം തിരിച്ചു. സോറി പെണ്ണേ, ഇത്രയും നിന്നെ സങ്കടപ്പെടുത്തിയതിന്, നിന്നെ തല്ലിയതിന്, വേദനിപ്പിച്ചതിന്, വഴക്ക് പറഞ്ഞതിന് എല്ലാത്തിനും സോറി. അവനവളുടെ ഇരുകൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ നിറഞ്ഞ മിഴികൾ കാണേ ആൾക്കെന്തോ അവനെ ഓർത്ത് വേദന തോന്നി. ഏയ് വേണ്ട, ഈ മുഖം നിങ്ങൾക്കൊരിക്കലും ചേരില്ല. എന്നോട് കട്ടയ്ക്ക് നിൽക്കുന്ന, എപ്പോഴും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന, ഓഫീസിലും വീട്ടിലും വെറുതെ എന്നോട് വഴക്കുണ്ടാക്കുന്ന ആ കലിപ്പം ദക്ഷിണ എനിക്കിഷ്ടം. ആളൊരു കുറുമ്പോടെ അവന്റെ കവളിൽ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു. അതെയോ? ആരവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആളൊന്നും മിണ്ടിയില്ല. അപ്പൊ നിനക്ക് ഈ കലിപ്പനെയാണോ ഇഷ്ടം? ആനവളുടെ മുഖം കൈകളെടുത്ത് ചോദിച്ചു. കലിപ്പനെ ഇഷ്ടമാ. പിന്നെ പിന്നെ ഏയ് ഒന്നുമില്ല. ആളവനെ കൈ പിടിച്ച് പോവാനൊരുങ്ങി. പക്ഷേ അവനവളെ മുറുകെ പിടിച്ചിരുന്നു. നീ പറഞ്ഞിട്ട് പോയാ മതി. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് കെട്ടി. ആൾ നാണത്തോടെ അവന്റെ നെഞ്ചിൽ മുഖം മറച്ചു. അവനവളുടെ മുഖം കൈകളിലെടുത്ത് നിറയിൽ അധരങ്ങൾ ചേർത്തു. അവൾ മിഴികൾ പൂട്ടി. പെണ്ണേ, നിനക്ക് ശരിക്കുള്ള ദേഷ്യം മാറിയോ? ശരിക്കും? അപ്പൊ ഇനി നമുക്ക് ജീവിച്ചു തുടങ്ങാല്ലേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു. അവനോളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം മുതൽ ഇരു ഹൃദയങ്ങളിലും പ്രണയം മുട്ടിട്ടു. ബെഡിന്റെ രണ്ടറ്റത്തായിരുന്നവർ ഒരു മനസ്സായി, ഒരു ശരീരമായി പരസ്പരം പ്രണയം പങ്കുവച്ചു. ഇപ്പോൾ അവർക്ക് പരസ്പരം കാണാതെ ഒരു നിമിഷം പോലും പറ്റാത്ത അവസ്ഥയായി. പിറ്റേന്ന് അവർ ഒരുമിച്ച് ഓഫീസിൽ പോകാനായി ഇറങ്ങി. അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ, ദക്ഷ സുധയോട് പറഞ്ഞു. അല്ല, ഇന്ന് രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നേ? അതെ അമ്മേ, ഇനിയൊന്നും ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നേ, ദക്ഷ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. സുധയ്ക്ക് ഒരുപാട് സന്തോഷമായി. വാ മക്കളെ, കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം അമ്മേ, അല്ലയുടെ ഭാര്യയെ, ദക്ഷ പറഞ്ഞു. ആളൊന്ന് പുഞ്ചിരിച്ചു. ആ, എന്നാ ശരി മക്കളെ, വാടോ. അന്ന് ആദ്യമായി അവനൊപ്പം അവന്റെ കാറിൽ അവൾ ഓഫീസിലേക്ക് പോയി. ആരുടെ ഈ മാറ്റം എല്ലാവരിലും സന്തോഷമുണ്ടാക്കി. അന്ന് രാത്രി എല്ലാവരും ഹാളിലിരുന്നപ്പോൾ ദീപു അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ, ആ മഹേഷിനാരോ ജയിലിൽ നിന്ന് ഇറക്കി. മാത്രമല്ല അവന് നന്നായി പെരുമാറുകയും ചെയ്തു. അവന്റെ കൈ തല്ലിയൊടിച്ചെന്ന് ഞാൻ കേട്ടത്. ദീപു ദക്ഷിണ നോക്കി. ഒപ്പം മറ്റുള്ളവരും. അത് ചെയ്ത് ദക്ഷാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ഇതിനെ എന്നെ നോക്കുന്നു. ഞാൻ തന്നെയാ ചെയ്ത്. പിന്നെ എന്റെ പെണ്ണിനെ തൊട്ട് അവനെ ഞാൻ വെറുതെ വിടണോ? അവനെ കൊല്ലാനുള്ള കല്യാണം എനിക്ക് വന്നേ. പക്ഷെ അവനെ കൊന്നിട്ട് ജയിലിൽ പോയി എന്റെ പെണ്ണിനോടൊപ്പമുള്ള ജീവിതം ഞാൻ എന്തിനാണ് ഇല്ലാണ്ടാക്കുന്നത്? അതുകൊണ്ട് മാത്രമാ എന്റെ പെണ്ണിനെ തൊട്ട് അവന്റെ കൈ ഞാൻ തല്ലിയൊടിച്ചത്. അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആൾ അവനെ നോക്കി മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നിടയിൽ സാന്ദ്ര പെട്ടെന്ന് വോമിറ്റ് ചെയ്തു. അവൻ അവൾക്കൊപ്പം നിന്ന് പുറക്കെ തടവിക്കൊടുത്ത് അവളെ സോഫയിലിരുത്തി. അവൻ മഹാദേവനെ നോക്കിയ ശേഷം ആത്മഗതം പോലെ പറഞ്ഞു. മൂത്ത മകന്റെ പേരക്കുട്ടിയെ മാത്രമേ താലോലിക്കാൻ പറ്റൂ എന്ന സങ്കടം ഇനി ആർക്കും വേണ്ട. ഇളയ പുത്രനും അടിത്തറ പാകിയിട്ടുണ്ട്. അത് കേട്ട് എല്ലാവരും അവനെ നോക്കി. ശേഷം അവിടെ കൂട്ടച്ചിരി ഉയർന്നു.